നമസ്കാരം. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിലേക്ക് നിശബ്ദമായി പുതിയ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരിക്കുകയാണ് റെഡ്മി. റെഡ്മി ഫോണുകളോട് പ്രത്യേക ഇഷ്ടമാണ് ഇന്ത്യക്കാർക്കുള്ളത്. കാരണം കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല ഫോണുകൾ നൽകുന്ന ഒരു ബ്രാൻഡാണ് റെഡ്മി. അതുകൊണ്ട് തന്നെ ഫാമിലി ആയാലും യൂത്ത് ആയാലും റെഡ്മിയെ ഒരുപോലെ വിശ്വസിച്ച് അവരുടെ മോഡലുകൾ വാങ്ങാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകൾ വിൽക്കുന്ന ഒരു കമ്പനിയാണ് റെഡ്മി. ഈ വർഷം ജൂണിൽ ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്ത റെഡ്മി A3X ആണ് ഇപ്പോൾ 6999 രൂപ പ്രാരംഭ വിലയിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്തിടെയായി ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ 7000 രൂപയിൽ താഴെ വിലയിൽ സ്മാർട്ട് ഫോൺ എത്തുന്നത് വർദ്ധിച്ചിരിക്കുകയാണ്. നിസാര വിലയ്ക്ക് വാങ്ങാൻ ലഭ്യമാകുമെങ്കിലും റെഡ്മി A3X ഒരു 4G ഫോൺ അല്ലെങ്കിൽ 4G സ്മാർട്ട് ഫോൺ ആണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. 4G സ്മാർട്ട് ഫോൺ ആണ് എന്നതിനാൽ തന്നെ ആകാം ഒരുപക്ഷെ അധികം പരസ്യങ്ങളോ പ്രചാരണങ്ങളോ പ്രൊമോഷനുകളോ ഒന്നുമില്ലാതെ ഈ ഫോൺ എത്തിയിരിക്കുന്നത്. 10000 രൂപ ബജറ്റിൽ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നവർ ഇപ്പോൾ ഉറപ്പായും 5G സ്മാർട്ട് ഫോണുകളാണ് പരിഗണിക്കുക. 10000 രൂപയിൽ താഴെ വിലയിൽ എൻട്രി ലെവൽ 5G സ്മാർട്ട് ഫോണുകൾ പ്രമുഖ ബ്രാൻഡുകൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ 4G ആയാലും സാരമില്ല, കുറഞ്ഞ നിരക്കിൽ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമായാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഫാമിലിയിലെ മുതിർന്ന മെമ്പർമാർക്കൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു ഫോണാണ് ഈ ഒരു A3X റെഡ്മിയുടേത്. റെഡ്മിയുടെ A സീരീസ് ഫോണുകളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന പുതിയ സ്മാർട്ട് ഫോൺ എന്ന സ്ഥാനം ഇനി റെഡ്മി A3Xന് തന്നെയാണ്. ഇതിനകം ഇന്ത്യയിൽ റെഡ്മി A3 മോഡൽ ലഭ്യമാണ്. രണ്ട് ഫോണുകളിലും 6.71 ഇഞ്ച് HD+ ഡിസ്പ്ലേ, 90 Hz റിഫ്രഷ് റേറ്റ് എന്നിവയൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ മികച്ചത് പുതിയ റെഡ്മി A3X തന്നെയാണ്. റെഡ്മി A3യിൽ MediaTek Helio G36 ചിപ്സെറ്റാണ് ഉള്ളത്. അതേസമയം പുതിയ റെഡ്മി A3Xൽ കൂടുതൽ ശക്തമായ യൂണിസോക് T603 ചിപ്സെറ്റ് നൽകിയിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ റെഡ്മി A3യും റെഡ്മി A3Xും ഒരേപോലെയാണ്. രണ്ടിലും 10 വാട്ട് ചാർജിംഗ് ശേഷിയുള്ള 5000 mAh ബാറ്ററിയാണ് ഉള്ളത്. ഇനി റെഡ്മി A3Xന്റെ പ്രധാന ഫീച്ചറുകൾ നോക്കാം. 6.71 ഇഞ്ച് HD+ IPS LCD ഡിസ്പ്ലേ, 90 Hz റിഫ്രഷ് റേറ്റ്, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട്. മാലി G57 MP1 GPUവുമായി സെറ്റ് ചെയ്ത യൂണിസോക് T603 ചിപ്സെറ്റാണ് ഈ ഫോണിന് കരുത്ത് പകരുന്നത്. 4GB വരെ LPDDR4X റാമും 128 GB ഇന്റർണൽ സ്റ്റോറേജും റെഡ്മി A3X നൽകുന്നുണ്ട്. കൂടാതെ മൈക്രോ SD സ്ലോട്ട് വഴി 1 TB വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ആൻഡ്രോയിഡ് 14 അടിസ്ഥാനമാക്കിയുള്ള MIUIയിൽ ഈ ഫോൺ പ്രവർത്തിക്കുന്നുണ്ട്. 2 വർഷത്തെ പ്രധാന OS റിലീസുകളും 3 വർഷത്തെ സുരക്ഷാ പാച്ചുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ റെഡ്മി A3Xൽ ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഉള്ളത്. അതിൽ 8MP പ്രൈമറി സെൻസറും QVGA ഓക്സിലറി ലെൻസും ഉണ്ട്. ഫ്രണ്ടിൽ സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി 5MP ക്യാമറ സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും AI ഫേസ് അൺലോക്ക് ഫീച്ചറും ഇതിലുണ്ട്. 4G വോൾട്ടേ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്, ബ്ലൂടൂത്ത് 5.4, GPS 10 വാട്ട് ചാർജിംഗ് പിന്തുണയുള്ള 5000 mAh ബാറ്ററി എന്നിവയൊക്കെയാണ് ഇതിലെ മറ്റ് പ്രധാന ഫീച്ചറുകൾ. ഓഷ്യൻ ഗ്രീൻ, ഒലീവ് ഗ്രീൻ, സ്റ്റാറി വൈറ്റ് എന്നീ നിറങ്ങളിൽ ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ വിലയും ലഭ്യതയും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. റെഡ്മി A3Xന്റെ 3GB റാം പ്ലസ് 64GB സ്റ്റോറേജ് വേരിയന്റിനാണ് 6999 രൂപ വരുന്നത്. 4GB റാം പ്ലസ് 128GB സ്റ്റോറേജിന് വേരിയന്റിന് വില വരുന്നത് 7999 രൂപയാണ്. ആമസോൺ ഇന്ത്യയിൽ നിന്നും കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഈ സ്മാർട്ട് ഫോൺ ഓൺലൈനായി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്.